ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ടാണ്. ഒന്ന്, എൻ്റെ വെയിറ്റ് എങ്ങനെയാണ് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്, എപ്പോഴും എങ്ങനെയാണ് ഒരുപോലെ ഇരിക്കാൻ കഴിയുന്നതെന്നെല്ലാം. രണ്ടാമത്തേത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ പുതിയ വീട്ടിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇല്ലേ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. ഞാനിലിതാ രാവിലെ എണീച്ചതിൻ്റെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ ചിയാസീഡും കുറച്ച് കക്കിരിയും ചെറുനാരങ്ങെല്ലാം കട്ട് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതാ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യും. ഞാനില്ലേ ഇപ്പോൾ ഫാബ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, സാധാരണ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്യലുണ്ട്. എന്നാലും എനിക്കൊരു മോട്ടിവേഷൻ കുറയും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം മടി പിടിച്ചിട്ട് പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാബ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അധികവും കേൾക്കലുണ്ട്. നല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയലുണ്ട് നല്ല റിസൾട്ട് ഉണ്ട്, അവരെല്ലാം ഒരു മാസം കൊണ്ടെല്ലാം നല്ല വെയിറ്റ് കുറേ കുറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറയും. ഈ സ്ത്രീകളിൽ അധികർക്കും പല പ്രശ്നങ്ങളായിരിക്കും. ഒരാൾക്കാണെന്നെങ്കിൽ വെയിറ്റ് കുറഞ്ഞ പ്രശ്നമായിരിക്കും, ചിലയാൾക്കാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടിപ്പോയ പ്രശ്നങ്ങളായിരിക്കും. നല്ല ചിലയാൾക്ക് PCOD, PCOS, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അപ്പോൾ ഇല്ലേ എനിക്ക് വെയിറ്റ് കൂടാനോ കുറയാനോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇമ്മ്യൂണിറ്റി കുറവാണ്, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ഡയറ്റും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് കുറയും കേട്ടോ. അപ്പം ഇല്ലേ വെയിറ്റെല്ലാം കൂടിയിട്ട് വെയിറ്റെല്ലാം കൂടിയിട്ട് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, എന്നാലും വെയിറ്റ് കുറഞ്ഞിട്ട് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിലല്ലേ ഫാബ് ഫിറ്റ് നല്ല ഓപ്ഷനാണ്. ഇവരുടെ ഫിറ്റ്നസ് പ്രോഗ്രാമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നല്ല റിസൾട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നലുണ്ട്. നമ്മൾ എന്തിനാണോ ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പം അവരെ ലിങ്കിൽ കയറിയിട്ട് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത്, അതുപോലെ തന്നെ നമുക്കിപ്പം റെക്കോർഡഡ് ക്ലാസ്സും കിട്ടും. അതുപോലെ തന്നെ ഇത് ഗ്രൂപ്പായിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിപ്പം ലൈവ് ക്ലാസ്സും ആണെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സും കിട്ടും, റെക്കോർഡഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതും കിട്ടും. പിന്നെ ഫുഡും കാര്യങ്ങളിലെ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും കേട്ടോ. ഞാനിപ്പം രാവിലെ ഓട്സ് വെച്ചിട്ടുള്ള ഉപ്മാവും അതുപോലെ തന്നെ കക്കിരി പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. പിന്നെ ഓട്സ് മാവെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും ഷെയർ ആക്കിയിട്ടില്ല. ഒന്നുമില്ല, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കടുക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക, വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെജീസ് ഇട്ട് കൊടുക്കുക, വഴറ്റിയെടുക്കുക, കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക, ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി സാധാരണ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെയാണ് ലാസ്റ്റ് മല്ലിയിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഫിറ്റ്നസ് പ്രോഗ്രാമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഫുഡിൻ്റെ ടൈമും വർക്കൗട്ട് ചെയ്യുന്ന ടൈമും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാൻ ഒരാളുണ്ടെങ്കിലേ നമ്മൾ കൃത്യമായിട്ട് അതെല്ലാം ചെയ്യും. നല്ല മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും, എന്തിനാന്നെല്ലാം വിചാരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി വീട് ക്ലീൻ ചെയ്യലാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ഞാനാദ്യം കിച്ചണ് പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ മൊത്തത്തിൽ ക്ലീനാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ സെൻട്രാളിലേക്ക് വരുന്നത്. അങ്ങനെ ജനലും കാര്യങ്ങളും എല്ലാം തുറന്നിടലാണ്. പിന്നെ ഉമ്മ രാവിലെ തന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മാനോട് സംസാരിച്ചിട്ടിരിക്കും കേട്ടോ. അധികവും പണി തീരാ എനിക്ക് ഉമ്മാനോട് സംസാരിച്ച് കഴിഞ്ഞാൽ വേഗം പണി തീരുന്ന പോലത്തെ ഫീലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിടലാണ്. ചില ടൈമിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്ന ടൈം ഞാൻ റിലാക്സിങ് മ്യൂസിക് ഇടലുണ്ട്. അതുപോലെ തന്നെ ഖുറാൻ്റെ പരിഭാഷ വെച്ച് കേൾക്കലുണ്ട്. അധികവും പണികൾ സ്റ്റാർട്ട് ചെയ്യൽ ഖുറാൻ പരിഭാഷ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ അധികം തഹജ്ജുദ് നമസ്കാരം കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര നല്ലതായോണ്ടൊന്നല്ല കേട്ടോ. ഞാൻ ഞാൻ ലൈഫിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കുമ്പം നിങ്ങൾക്കും കൂടി അത് ചെയ്യുമ്പോൾ എനിക്കും കൂടി പുണ്യം കിട്ടുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ആക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റാണ്, ഭയങ്കര ദീനിയാണ്, അങ്ങനെ ആയതുകൊണ്ടൊന്നല്ല. ഞാനും എൻ്റേതായ കാര്യങ്ങൾ ചെയ്യലുണ്ട്. തെറ്റ് സംഭവിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാവും. അന്നേരം അത് ചെയ്യണ്ടെന്ന് വിചാരിക്കും. ചില സമയം ഒന്നും ചെയ്യണ്ടെന്നുള്ള ചിന്താഗതികളുണ്ടാവും. അങ്ങനെയല്ല. പിന്നെ ഇടയ്ക്കെല്ലാം ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. റിലാക്സിങ് മ്യൂസിക് ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫിലിം TV ഒന്നും എന്തെങ്കിലും മോട്ടിവേഷണലായിട്ടുള്ള എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടും എന്ന് ഉറപ്പുള്ള വീഡിയോസ് മാത്രമേ ഞാൻ കാണും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിലൊന്നുമില്ല, എൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തേ പോവില്ല. അതെന്താണെന്നറിയില്ല, എനിക്ക് ചെറുതിലേ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്ന ടൈപ്പിലുള്ള വ്ളോഗ്സും കാര്യങ്ങളായിക്കോട്ടെ,
അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണൽ കുറവ് തന്നെയാണ്. പക്ഷേ എനിക്കതിലെന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും മോട്ടിവേഷണലായിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ആ വ്ളോഗിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ മൂവിയിലോ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ് എല്ലാം വീഡിയോസും കാര്യങ്ങളെല്ലാം കാണലുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോസ് കാണും, ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഉപകാരം തരും ആ വീഡിയോന്ന് ഉള്ള വീഡിയോസ് മാത്രം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോരോ വീഡിയോസ് മാറി മാറി കാണാം, അതിലൊന്നും ഒരു മെസ്സേജും ഇല്ല. ചിലതെല്ലാം ഭയങ്കര ദുഃഖങ്ങൾ മാത്രം. നമ്മൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്തോ ടെൻഷൻ പിടിക്കുന്ന പോലത്തെ വീഡിയോ അറിയാം, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പം അങ്ങനത്തെ എല്ലാം ടൈപ്പ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞാലേ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പം നമ്മൾ നല്ലത് മാത്രം കൊടുക്കുക. നമ്മൾ നല്ല ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല ഫുഡും കാര്യങ്ങളല്ലേ കഴിക്കുക. അതുപോലെ നമ്മൾ ബ്രെയിനും കൊടുക്കേണ്ടത് നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നല്ലതാകുമ്പോൾ നമ്മളെ ലൈഫും കൂടി നല്ല കാര്യം, എന്താ പറയുക, കുറച്ചുകൂടി അടിപൊളിയായിട്ട് മാറും കേട്ടോ. അപ്പം ഞാനങ്ങനെ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. പിന്നെ പ്രേതത്തിൻ്റെ എല്ലാം ഫിലിമും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ എന്താ പറയുക, അതിനൊന്നും ബാക്കിൽ പോവുകയേ ചെയ്യില്ല ഞാൻ. എത്ര ഉണ്ടെങ്കിലും എത്ര അടിപൊളിയാണെന്നുണ്ടെങ്കിലും അതൊന്നും ഞാൻ കാണലില്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ അതും കൂടി കണ്ടുകഴിഞ്ഞാലേ എനിക്ക് എന്തെല്ലോ ഫീലാവും, എന്താ പറയുക, അതുകൊണ്ട് അതും ഞാൻ കാണാൻ നിൽക്കലില്ല. അപ്പം എനിക്ക് എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് റെസിപ്പീസ് അതെല്ലാം എനിക്ക് കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഹെൽത്തി ഡയറ്റും പ്ലാനും കാര്യങ്ങളിലുള്ള വീഡിയോസ്, വർക്കൗട്ടിൻ്റെ വീഡിയോസ്, പിന്നെ പ്ലാന്റ്, എന്താ പറയുക, ചെടികൾ നോക്കുന്ന, ചെടികളെ കൃഷി കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ന്യൂസ് അധികം ഞാൻ കേൾക്കാൻ നിൽക്കലില്ല, അതും എനിക്ക് ഭയങ്കര ടെൻഷൻ തരുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ എന്താ പറയുക, എനിക്ക് ടെൻഷനാകുന്ന ടൈപ്പിൽ വീഡിയോസൊന്നും ഞാൻ കാണില്ല. കാര്യം നമ്മളെ ലൈഫിൽ തന്നെ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെയും നമ്മൾ പുറമേ നിന്നുള്ള ടെൻഷൻസും കാര്യങ്ങളും കൂടി എടുക്കുമ്പോൾ നമ്മളൊന്നും അല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക, എല്ലാം ചെയ്യുക. പക്ഷേ നമ്മൾ വീഡിയോസിൽ കാണുന്ന നെഗറ്റീവ്സ് മാത്രം കാണുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. രാവിലെ ആയി കഴിഞ്ഞാലില്ലേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ വേഗം തീർക്കും കേട്ടോ. ആ കാര്യം അതിങ്ങനെ മതി, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ രാത്രി വരെ പണിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അന്നേരമുള്ള പണികളെല്ലാം ഞാൻ അന്നേരം തന്നെ ചെയ്ത് തീർക്കാൻ നോക്കലുണ്ട്. പിന്നെ ടാബിളും കാര്യങ്ങളും എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം ക്ലീനിങ്ങും ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ആക്കാമെന്ന് ചോദിക്കലുണ്ട്. ഇൻഷാല്ല ചെയ്യട്ടോ. ഇപ്പം കുറച്ച് തിരക്കിലെല്ലാം ആയതുകൊണ്ടാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ കൂടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എല്ലാം തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് വീഡിയോസ് ചെയ്യാൻ കഴിയാത്ത. ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരാം. പിന്നെന്താ, പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിന്, എല്ലാ കമൻസും വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റിപ്ലൈ തരാത്തവർക്ക് സോറി. അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിനായാലും എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ഭയങ്കര, എന്താ പറയുക, ഭയങ്കര താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം കേട്ടോ അത് കാണുമ്പം. പിന്നെന്താ, കുറേ കമൻസ് വന്നിട്ടുണ്ടായിന്, അതിനൊന്നും ഞാൻ റിപ്ലൈ പറയണോ വീഡിയോയിൽ പറയണോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാല്ല ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ഒരു വലിയ കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിന്, അതിനെനിക്ക് എന്തെങ്കിലും റീപ്ലൈ കൊടുക്കണമെന്നുണ്ടായിട്ടുണ്ടായിന്. ഇൻഷാല്ല അടുത്ത വ്ളോഗിലെല്ലാം ഷെയർ ആക്കാം. അല്ലേ, ഞാനിതാ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം തുടച്ചെടുക്കും കേട്ടോ. എന്തായാലും കലകളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെന്താ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡെയിലി സെൻട്രാളും കിച്ചണും തുടക്കും. അങ്ങനെ അതെന്താ ഡെയിലി, എന്താ പറയുക, സെൻട്രാളും കിച്ചണും മാത്രം തുടക്കുന്ന, ബെഡ്റൂമൊന്നും തുടക്കൂലേ ഡെയിലി? ഞാൻ ഡെയിലി തുടക്കലുണ്ടെന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ ഇട്ട് വന്നാട് തന്നെ ഞാൻ അവരെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കും, കുളിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അവരെ കാലം നല്ലോണം കഴുകിയിട്ടേ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റു. അങ്ങനത്തെ കുറച്ച് ചിട്ടകളും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വീട് അത്ര മോശമൊന്നും ആവില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വലിച്ചു വാരിയിട്ട അവസ്ഥയല്ലാണ്ട് ഭയങ്കരമായിട്ട് ചളി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം കുട്ടികളെ ചെറുതിലേ നമ്മളങ്ങനെ വൃത്തി ശീലിപ്പിച്ച് വളർത്തിക്കഴിഞ്ഞാൽ അവർക്കും കൂടി വൃത്തിയില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ അവരെ കാലിൽ ചളി ഉണ്ടാവുക, നഖത്തിൽ കച്ചറുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സമയത്തിന് ഓരോ കാര്യങ്ങളും ഞാൻ കുട്ടികളെ ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TV കാണുമ്പോൾ ഉണ്ടാകുന്ന ഫുഡ് ഉണ്ടാവില്ലേ, TV കാണുമ്പം പല ടൈപ്പ് ഫുഡായിരിക്കും ഇവർ കഴിക്കുന്നത്.
അപ്പം അതിൻ്റെ എന്താ പറയുക, ഇപ്പം മുളകിലിട്ട ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ കക്കിരിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറകളും കാര്യങ്ങളും പെട്ടെന്ന് സോഫയിൽ പിടിക്കും. അങ്ങനത്തെ വിഷമങ്ങളല്ലാണ്ട് നിലത്തങ്ങനെ ചളി കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഡെയിലി തുടക്കും സെൻട്രാളും കിച്ചണും, പിന്നെ 2 ദിവസം കൂടുമ്പോൾ മൊത്തത്തിൽ തുടച്ചെടുക്കും. അതുകൊണ്ട് തന്നെ പിന്നെ പുറത്തെ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതിൽ ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചിട്ട് കഴുകും. അതുകൊണ്ട് വീട്ടിൽ ചളി പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴും മാഷാഅല്ലാ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ കുറച്ച് സമയം ഞാൻ ചിലവഴിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡയറ്റിലിരിക്കുമ്പില്ലേ ഇടയിലിങ്ങനെ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവരിൽ റംഷി ന്യൂ വേൾഡ് എന്നാണ് കേട്ടോ ഇവരെ പേര് വരുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്. അതുപോലെ തന്നെ 20 വർഷത്തോളം ഇവർ ജിമ്മ് നടത്താൻ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ പിന്നെ 2019 മുതൽ തന്നെ ഇവർ ഓൺലൈൻ ട്രെയിനിങ്ങും കൂടി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ഞാനില്ലേ ഇന്ന് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പം ഡയറ്റിലാന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ എനിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മുട്ടക്കറി 2 രീതിയിൽ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി വരുന്ന 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു 5 പച്ചമുളക്. നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എരിവ്, അതുകൊണ്ട് തന്നെ 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 തക്കാളി. ഞാനിപ്പോൾ ഒരു 4-5 എന്താ പറയുക 5 മുട്ട വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസിലുള്ള 3 തക്കാളി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം കൂടി വഴറ്റിയെടുക്കലാണ്. ഇനിയിപ്പോൾ ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വരണം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. മുളകിൻ്റെയും മല്ലിൻ്റെയും റോസ് സ്മെല്ലും മാറുന്നത് വരെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. പിന്നില്ല എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ടാവും. എനിക്ക് നല്ല പനി ഉണ്ടായിട്ടുണ്ടായിനെ, അതുകൊണ്ട് തന്നെ സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ എനിക്ക് കുക്കാക്കാൻ വേണ്ടിക്ക് ഞാനിതാ മുട്ട ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട കുക്കായിട്ട് വന്നാലില്ലേ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും, അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, പിന്നെ റെഡ് ചില്ലി ഫ്ലെക്സ് ഉണ്ടാവില്ലേ അത്, കുരുമുളക് ക്രഷ് ചെയ്തത്, ഇത് 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഡയറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഇക്കാക്കും വേണ്ടിക്ക് ഇതുപോലെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എനിക്ക് ഉക്കാക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക ഇത് വെറുതെ ആയിട്ട് കഴിക്കാനും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതാ എനിക്ക് ഉക്കാക്കുള്ളത് വേറെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇനിയിപ്പം വേറൊരു രീതിയിൽ മുട്ടക്കറി എങ്ങനെയാണ് ഇതിലും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നും കൂടി ഞാൻ ഷെയർ ആക്കാം. ഈ ഒരു മസാലയിലേക്കില്ലേ ഈ ഒരു ഉള്ളിയിലും തക്കാളിയിലേക്കും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 5-10 കാഷ്യൂനട്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തിളച്ച് വരുന്ന സമയം ഇതുപോലെ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ മുട്ടക്കറി അതിനനുസരിച്ച് മുട്ട എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിൽ ഇത് അടച്ചു വെച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ വേവിച്ചെടുക്കുക. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ മാത്രം നമുക്കിതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സ്, കസൂരി മേത്തി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത്, മല്ലിയില ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കൊത്തിയിരുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക കേട്ടോ. മുട്ടക്കറി തന്നെ 2 ടൈപ്പിൽ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. രണ്ടും നല്ല ടേസ്റ്റുള്ള ഐറ്റംസാണ്. അതിനിടയിലില്ലേ ഞാൻ ഈ ചപ്പാത്തിയും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഷെയർ ആക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. പിന്നെ മക്കൾക്ക് ഞാൻ ഇതുപോലെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് കിവിയും വാട്ടർമെലോണും ആണ്.
നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക എനിക്ക് കുക്കാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ട്രൈ ആക്കി നോക്കുക. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതാ എൻ്റെയും ഇക്കാൻ്റെയും ലഞ്ച് ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കഴിക്കലാണ്. പിന്നെ എന്നോട് അധികം ചോദിക്കലുണ്ട് ഇർഫാന ഫിലിമെല്ലാം കാണലുണ്ടോ സീരിയലെല്ലാം കാണലുണ്ടോ എന്ന്. എനിക്കിഷ്ടമില്ലാത്ത സംഭവം കേട്ടോ രണ്ടും. കാണൂല എന്നല്ല, എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഫിലിമെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ എല്ലാം കാണുവേ. അല്ലാണ്ട് ഇങ്ങനെ സീരിയൽ കാണാ ഫിലിം കാണാ അങ്ങനെ എന്താ പറയുക, എനിക്ക് എന്തോ ക്ഷമ കിട്ടലില്ല ഫിലിമും സീരിയലെല്ലാം കണ്ടിരിക്കാൻ. ഞാൻ അധികം എഡിറ്റിംഗ് എല്ലാം ശ്രദ്ധിക്കല്. അപ്പോൾ ഇതാ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. പിന്നില്ലേ ഇത് ഞാൻ മുന്നേ ഷെയർ ആക്കിയൊരു വീഡിയോ ആണ്. ഞാൻ ട്രെൻഡുള്ള ഒരു പാത്രത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലേ, ഈ പാത്രം സോൾഡ് ഔട്ടാണ് എന്താ പറയുക വന്നു കഴിഞ്ഞാൽ പറയാമെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ. ഈ പാത്രം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം, അതിൻ്റെ ലിങ്ക് നിങ്ങൾ ചെക്ക് ചെയ്തോ. പിന്നെ ഇർഫാന എന്നുള്ള ഓഫർ കോഡ് മറക്കണ്ട. പിന്നില്ലേ എന്താ പറയുക ഉച്ച കഴിഞ്ഞാലില്ലേ ഞാൻ ഈ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഉച്ച കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പണികളിലായിരിക്കും, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ഉറങ്ങലൊന്നുമില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു ഗ്രീൻ ടീയും അതുപോലെ തന്നെ കുറച്ച് നട്ട്സുമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിന്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിക്കടുത്ത ഫുഡ് ഉണ്ടാക്കൽ കാര്യങ്ങൾ എന്താ പറയുക കുട്ടികളുടെ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ട് തിരക്കിലാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേറൊരു ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ അന്നത്തെ ദിവസം രാത്രി ഞാൻ പറഞ്ഞിട്ടില്ല ഡയറ്റിലായതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ചിക്കനും കുറച്ച് വെജീസും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇത്. പിന്നെ കുട്ടികൾക്ക് ചിക്കൻ്റെ കൂടെയിൽ ഞാൻ റൈസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് ഞാനിങ്ങനെയാണ് കേട്ടോ, ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ആക്കുന്നില്ല, കാര്യം വീഡിയോ കൂടുതൽ ലെങ്തി ആവും. ഒന്നുമില്ല, ചിക്കനും വെജീസും എല്ലാം നല്ലോണം വേവിച്ചെടുക്കും. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും പിന്നെ എന്തെങ്കിലും സ്പൈസസും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളതെന്നാണോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിക്ക്. അപ്പം ഞാൻ ഡയറ്റിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴിച്ചത്. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യുന്ന അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാനില്ലേ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമൻ്റ് ആയിട്ടും കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. അപ്പോൾ വെയിറ്റ് എല്ലാം കൂടിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കൊണ്ട് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക മടി പിടിക്കാണ്ട് നമ്മളെ ഹെൽത്തും കാര്യങ്ങളെല്ലാം നോക്കി വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇവർ നല്ലോണം എന്താ പറയുക ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയത്. ഒരുപാട് പേര് വെയിറ്റ് എല്ലാം കൂടി വിഷമിക്കുന്നവരുണ്ട്, എന്നോട് ചോദിക്കലുണ്ട് വെയിറ്റ് എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനിയിപ്പില്ലേ പണ്ട് മുതൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും, എൻ്റെ ഉമ്മാക്ക് വീടെടുക്കുന്ന കാര്യം ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിന്. ഗൾഫിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങുന്നതും എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് വീട് പണിയ എന്തായി അങ്ങനെയല്ലോ. എന്താ പറയുക ഇൻഷാ അല്ലാ എന്നല്ല മാഷാ അല്ലാ നമ്മൾ വീട്ടുകൂട്ടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോ ഷെയർ ആക്കാത്തതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. ഞാനില്ലേ ഓരോരോ ഭാഗങ്ങളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തങ്ങ് വെക്കുന്നുണ്ടായിന്. നമ്മളെപ്പോഴും ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വീട്ടിൽ കയറി കഴിഞ്ഞാൽ മാത്രം വീഡിയോസും കാര്യങ്ങളും ഷെയർ ആക്കലാണ് നല്ലതെന്ന് കുറേ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഷെയർ ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ തന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങിയത് ഈ ഒരു സ്റ്റേജിലെത്തിയവരോന്ന് കേട്ടോ. ഇപ്പം ഇതുപോലെയല്ല, വീട്ടുകൂടലും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ആക്കാം. ഇതാണ് കേട്ടോ ഉമ്മാക്ക് എടുക്കുന്ന വീട്. ഉമ്മാക്കല്ല, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ വീട് ഞാൻ ഒരു നല്ല വീടായിട്ടാണ് എടുത്തിട്ടുണ്ടായിന്. 3 ബെഡ്റൂമാണ്. എന്നോട് ചോദിക്കലുണ്ട് മക്കളെ കല്യാണമല്ലേ ഇവിടെ കഴിക്കാൻ മോളാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് നമ്മൾ വീടെടുക്കുന്നതിനെ കുറിച്ചിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇക്കാക്ക് ഈ വീടിൻ്റെ ഫീൽഡിലാണ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്, അങ്ങനെ കംപ്ലീറ്റ് ഇക്കാൻ്റെ വർക്ക് വരുന്നത് വീടുമായിട്ട് സംബന്ധിച്ചതാണ്. അതുകൊണ്ട് ഇക്കാക്ക് പണ്ടേ ഒരു വീടെടുക്കണമെന്ന്, സ്വന്തമായിട്ട് ഒരു വീടെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാനിപ്പം നിൽക്കുന്ന വീട് വെച്ചത് കേട്ടോ. പക്ഷേ ആ വീട് വെക്കുമ്പോൾ തന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ വീടായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുക അങ്ങനെയല്ല. പക്ഷേ എന്താ പറയുക മക്കളെ കല്യാണവും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം വലിയ വീടാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ
കുറച്ച് അരുവത്തായിട്ട് തന്നെയാണ് ഈ വീട് വരുന്നത്. പിന്നെ വീടിൻ്റെ പണിൻ്റെ സ്റ്റേജ് ഇതുപോലെ ഒന്നല്ല, വീട് പണി ഏകദേശം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കുറച്ച് ബാക്കി. അതുപോലെ തന്നെ ഇതിപ്പം ടെയിലിടും മുമ്പേ ഉള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ വീടിൻ്റെ ഓരോ സ്റ്റേജും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം ഓരോ വ്ളോഗിലായിട്ട്. ഇതിപ്പം എന്താണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, മൊത്തം കംപ്ലീറ്റ് ആയാൽ മാത്രമേ മനസ്സിലാവും. അപ്പം എനിക്ക് അന്നേ ഉണ്ടായിട്ടുണ്ട് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നെല്ലാം. പിന്നെ എന്താ പറയുക, ഒരു വീട് പണി പൂർത്തിയായിട്ട് വീഡിയോ ഷെയർ ആക്കലാണ് നല്ലതെന്ന് കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസൊന്നും കാണിക്കാണ്ടെന്നേ. പിന്നെ റബീഉൽ മാസത്തിൽ തന്നെ കയറണമെന്ന് ഉപ്പാക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഇന്നലെ എന്താ പറയുക നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീടിൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഷെയർ ആക്കാം. പിന്നെന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ബൈ ബൈ.